മോർണിംഗ്. കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, നമ്മുടെ ഫാർമസി എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലേ? വായിച്ചു നോക്കിയതാണോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷനിൽ നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസി അല്ലെ എന്താന്നുള്ള കുറച്ച് ഡെഫിനിഷൻസ് പോലെയാണോ കൊടുത്തേക്കുന്നത്. അപ്പൊ അതാണ് നിങ്ങൾ നോക്കി വെക്കാറ് കേട്ടോ. ഹോസ്പിറ്റൽ ഫാർമസി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് എമംഗ് ദ സെവറൽ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് പല ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ ഒരു വളരെ അധികം പ്രധാനമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത് അല്ലെ. അവിടെ എന്താണ് ഫാർമസ്യൂട്ടിക്കൽ അല്ലെ എന്തൊക്കെ ചെയ്യുന്നത്? പ്രൊക്യൂർമെന്റ്, മെഡിസിൻസ് പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, compounding, dispensing, manufacturing, testing, packaging, and the distribution of drugs. Right. Then next നമ്മുടെ എന്താ പറഞ്ഞത്? ഫങ്ഷൻസ് ആ പറഞ്ഞത്. ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. അത് ഏതൊക്കെയായിരുന്നു ഫങ്ഷൻസ് പറഞ്ഞേ? ഡിമാൻഡ് മുൻകൂട്ടി കാണുക, പ്രൊവിഷനിങ്, പർച്ചേസിംഗ്, റിസീവിംഗ്, ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ദെൻ അടുത്തത് എന്താ? ഒരു ട്രസ്റ്റ് വർത്തി വിശ്വാസയോഗ്യമായിട്ടുള്ള സപ്ലയറിന്റെ സെലക്ട് ചെയ്യുക. പിന്നെ അടുത്തത് പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് ദ നീഡഡ് മെഡിസിൻ. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് ഏതൊക്കെയാണ്? കീപ്പിംഗ് ഇൻഫർമേഷൻ ഓൺ ഏതൊക്കെയായിട്ട് വേണ്ട ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ എന്നിവയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് കീപ്പ് ചെയ്യുക. ദെൻ ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചർഡ് പ്രൊഡക്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ് ഇൻ വാർഡ്സ്. ദെൻ അടുത്ത് പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻ ടു ഔട്ട് പേഷ്യന്റ്. അത്രയും പോയിന്റ്സ് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ജസ്റ്റ് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്തു എന്നുള്ളൂ അല്ലേ? അവിടെ വരെയല്ലേ പറഞ്ഞത്? യെസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻ ഇൻ വാർഡ്സ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻ ടു ഔട്ട് പേഷ്യന്റ്. ഔട്ട് പേഷ്യൻസിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മെഡിസിൻസും വിതരണം ചെയ്യുക. ദെൻ നെക്സ്റ്റ് നോക്കിയേ, ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ മരുന്നുകളുടെ അതിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സോഴ്സ് ആണ് അല്ലെ ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ മരുന്നുകള് അതിനെ കുറിച്ചുള്ള വിവരങ്ങള് അല്ലെ അതിന്റെ വിവരങ്ങള് അതിന്റെ എന്താ പറയാ ഉപയോഗം, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എന്താ പറയാ ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു ഉറവിടമാണ് ഈ ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത് അല്ലെ. എല്ലാ തരം മരുന്നുകളെ കുറിച്ചുള്ള ഓരോ വിവരങ്ങള് ഇതെല്ലാം നമ്മൾ എന്തുണ്ട്? ഫാർമസിയിലുണ്ട്. ഇതാണ് ആ പോയിന്റിൽ അങ്ങനെ പറഞ്ഞേക്കുന്നത്. എന്താണ്? ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഡ്രഗ്സ് മരുന്നുകളെ കുറിച്ചുള്ള ഒരു വിവരങ്ങൾ തരുന്ന ഒരു ഉറവിടമാണ് ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്. അതായിട്ട് ആക്ട് ചെയ്യുക. അതാണ് ഒരു ഫംഗ്ഷൻ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് നോക്കിയേ, സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്. ഡ്രഗ്സ് മരുന്നുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങള് അതിന്റെ ഒരു സെന്റർ ആണ് ഫാർമസി. സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്. മരുന്നുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങള് അതിന്റെ ഒരു സെന്റർ ആയിട്ട് പ്രവർത്തിക്കുക. അതാണ് അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ബ്രിങ് ഇൻ ഈസ് പ്രാക്ടീസ് റെക്കമെൻഡേഷൻസ് ഓഫ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. നിങ്ങൾക്ക് അടുത്ത 2 പേജ് കഴിഞ്ഞിട്ട് പഠിക്കാൻ കേട്ടോ. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്നത്. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽ, മെഡിക്കൽ സൂപ്രണ്ട്, HOD, നഴ്സിംഗ് സൂപ്രണ്ട്, ചീഫ് ഫാർമസിസ്റ്റ് ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് ഏത്? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്നത്. വേറൊന്നുമില്ല, ഈ മരുന്നുകളുടെ സുരക്ഷിതമായ ഉപയോഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, അതിന്റെ ഫോർമുലാസ്, നയങ്ങള് ഇതൊക്കെ രൂപപ്പെടുത്തുക, ഇതൊക്കെയാണുള്ളതാട്ടോ. ഈ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു കൂട്ടം പ്രൊഫഷണൽസ് അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. അതിനകത്ത് നമുക്ക് എന്താണ്
അപ്പൊ അതിന്റെ എന്താണ് ഈ പറഞ്ഞ ആ പോയിന്റില് ഈ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ശുപാർശകൾ അവിടെ അതിന്റെ റെക്കമെൻഡേഷൻസ് എന്ത് ചെയ്യുക, അത് പ്രായോഗികമായി കൊണ്ടുവരിക. അപ്പൊ ആ ഫാർമസി തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് അതിന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മരുന്നുകളാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടുള്ള എല്ലാ ശുപാർശകളും പ്രായോഗികമാക്കുക. അടുത്തതാണ് പേഷ്യന്റ് കൗൺസിലിംഗ്. പേഷ്യൻസിന് കൗൺസിലിംഗ് കൊടുക്കുക, മരുന്നുകളെ കുറിച്ചും അതൊക്കെ അതിന്റെ വിവരങ്ങളൊക്കെ ഉൾപ്പെട്ട് അവർക്ക് എന്താണ് ഒരു കൗൺസിലിംഗ് കൊടുക്കുക. അടുത്ത നോക്കിയേ, കീപ്പിംഗ് ലിയേസൺ ബിറ്റ്വീൻ മെഡിക്കൽ നേഴ്സിംഗ് ആൻഡ് ദ പേഷ്യന്റ്. ലിയേസൺ എന്ന് പറഞ്ഞ എന്താ, ബന്ധം. ആരൊക്കെ തമ്മിൽ ബന്ധം സൂക്ഷിക്കുക, മെഡിക്കൽ നേഴ്സിംഗ് ആൻഡ് പേഷ്യന്റ്. മെഡിക്കൽ സ്റ്റാഫുകള്, നേഴ്സിംഗ് സ്റ്റാഫുകള്, പേഷ്യൻസ് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം സൂക്ഷിക്കുക. അത്രയാണ് ഫങ്ഷൻസ് വരുന്നത്. ബൈ ഹാർട്ട് ചെയ്യേണ്ട പോയിന്റ്സ് നിങ്ങൾ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യണതേ ആണോ ഇൻക്ലൂഡ് ചെയ്യാത്തതേ എന്നുള്ള രീതിക്ക് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ അതായത് ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഫാർമസിയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അത് ഇങ്ങനെ ചോദിക്കാം ഈ സെക്ഷനിൽ നിന്ന്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. ഓക്കെ, പോയിന്റ് ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് എന്താ, ടു മേക്ക് ഷുവർ ദാറ്റ് the availability of right medication at the right time in the right dose at the minimum possible cost. അത് ഉറപ്പുവരുത്തുക. ഇത് മരുന്നുകളുടെ ലഭ്യത, ശരിയായിട്ടുള്ള മരുന്നുകള് ശരിയായ ടൈമില് ശരിയായ ഡോസില് കുറഞ്ഞ കോസ്റ്റില് കണ്ടോ, അറ്റ് ദ മിനിമം പോസിബിൾ കോസ്റ്റ്, സാധ്യമായ ഏറ്റവും കുറഞ്ഞ ചെലവില് ആ മെഡിസിൻസിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക. ഫസ്റ്റ് പോയിന്റ് കിട്ടിയോ? ഒബ്ജക്റ്റീവ് എന്താന്നുള്ളത്, ടു മേക്ക് ദ ഷുവർ ദാറ്റ് ദ അവൈലബിലിറ്റി, ആ മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക. എല്ലാ മരുന്നുകളും ഉണ്ട് അല്ലെ, അതെങ്ങനെയാ, ശരിയായിട്ടുള്ള മരുന്നുകള് ശരിയായ സമയത്ത് ശരിയായ ഡോസില് കുറഞ്ഞ ചെലവില്, അറ്റ് ദ മിനിമം പോസിബിൾ കോസ്റ്റ്, സാധ്യമായ ഏറ്റവും കുറഞ്ഞ ചെലവില് മരുന്നിലേക്ക് ലഭ്യത അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക. ഓക്കെ, അടുത്ത നോക്കിയേ, ടു പ്രൊഫഷണലൈസ് ദ ഓപ്പറേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ. ടു പ്രൊഫഷണലൈസ്, പ്രൊഫഷണലൈസ് ചെയ്യുക, അതായത് കുറച്ചും കൂടി പ്രൊഫഷണൽ ആക്കുക. ഓപ്പറേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ ഫാർമസ്യൂട്ടിക്കൽ സർവീസുകള് അല്ലെ, അതിന്റെ പ്രവർത്തനങ്ങള് കുറച്ചും കൂടി പ്രൊഫഷണലൈസ് ചെയ്യുക. To professionalize the operation of pharmaceutical services in a hospital. ഹോസ്പിറ്റലിലെ ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളുടെ പ്രവർത്തനങ്ങള് എന്ത് ചെയ്യുക, പ്രൊഫഷണലൈസ് ചെയ്യുക. ഓക്കെ, സേവനങ്ങള് പ്രൊഫഷണലൈസ് ചെയ്യുക. അതായത് പ്രൊഫഷണലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, മരുന്നുകളുടെ ആ ഒരു ഉപയോഗത്തിലൂടെ പേഷ്യൻസിന് ഏറ്റവും നല്ല ഒരു പരിചരണം ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അല്ലെ, ഒരു നല്ലൊരു ക്വാളിറ്റിയില് ഏറ്റവും മികച്ച ഒരു കെയർ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അതാണ് കുറച്ചും കൂടി പ്രൊഫഷണലൈസ് ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങൾ, ഫാർമസിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആ സേവനങ്ങളുടെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആക്കുക, ഈ കുറച്ചും കൂടി പ്രൊഫഷണലൈസ് ചെയ്യുക. അടുത്ത നോക്കിയേ, ടു ആക്ട് ആസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫോർ മെഡിക്കൽ സ്റ്റാഫ്, നഴ്സസ് ആൻഡ് ഫോർ പേഷ്യന്റ് ഓൺ ദ യൂസ് ഓഫ് ഡ്രഗ്സ്, possible after effects of toxicity, hostile effect, drug interaction. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. To act as a counseling department for medical staff, nurses, ഇവർക്കൊക്കെ എന്താണ് ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുക. അതാണ് ഹോസ്പിറ്റൽ ഫാർമസിയുടെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. to act as a counseling department for ആർക്കൊക്കെ, മെഡിക്കൽ സ്റ്റാഫ്, നേഴ്സസിനൊക്കെ വേണ്ടി, and for patient on the usage of drugs,
ഉപയോഗവുമായി ബന്ധപ്പെട്ട് പേഷ്യൻസ് അല്ലെ, പേഷ്യൻസിന് അതിൻ്റെതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, കൗൺസിലിംഗ് കൊടുക്കുക. പേഷ്യന്റ് ഓൺ ദ യൂസേജ് ഓഫ് ഡ്രഗ്സ്, പോസിബിൾ ആഫ്റ്റർ എഫക്ട്സ്, സാധ്യമായിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സുകൾ എന്തൊക്കെയാ, മരുന്നുകൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സോ ഉണ്ടാവാ, അല്ലെങ്കിൽ അതെന്താണെന്നുള്ളത്, ടോക്സിസിറ്റി, അതിന്റെ ഒരു ടോക്സിക് ആയ വിഷമയമായ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഹോസ്റ്റൈൽ ഇഫക്റ്റ്, സൈഡ് എഫക്ട്സ് ആട്ടോ, അതായത് വിരുദ്ധമായിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫലം എന്നുള്ളത്. ആന്റിബയോട്ടിക് പ്രതിരോധം, ഹോസ്റ്റൈൽ എഫക്റ്റ്, ഡ്രഗ് ഇന്ററാക്ഷൻ, ഡ്രഗുമായി ഈ മരുന്നുകളുടെ ഒരു പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതെല്ലാ രീതിയിലും എന്താ ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുക. ഒന്നാമത് പറഞ്ഞേക്കുന്നത് മെഡിക്കൽ സ്റ്റാഫ്, നേഴ്സസിന്റെ കാര്യം പറഞ്ഞേക്കുന്നത്. ആൻഡ് ഫോർ പേഷ്യൻസിന് ഈ രീതിയിലുള്ള മരുന്നുകളുടെ ഉപയോഗം എങ്ങനെയാണ്, അതിന്റെ സൈഡ് എഫക്ട്സ്, അതുപോലെ തന്നെ ഡ്രഗ് ഇന്ററാക്ഷൻ, ഹോസ്റ്റൈൽ എഫക്റ്റ്, ടോക്സിസിറ്റി, ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഈ പേഷ്യൻസിനും എന്താ ഒരു കൗൺസിലിംഗ് പോലെ കൊടുക്കാം, കൗൺസിലിംഗ് സെക്ഷൻ ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളത്. അടുത്ത പോയിന്റ് നോക്കിയേ, ടു ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓഫ് ഡ്രഗ് യൂട്ടിലൈസേഷൻ. എന്തായിട്ട് പ്രവർത്തിക്കുക, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ഡ്രഗ്സ് യൂട്ടിലൈസേഷൻ. ഡ്രഗ്സിന്റെ ആ ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു എന്താ വിവരങ്ങളുടെ ഒരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക, ഒരു ഉറവിടമായിട്ട് ആക്ട് ചെയ്യുക. എന്താ ഡ്രഗ് യൂട്ടിലൈസേഷൻ, ഡ്രഗിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങള്, അതിന്റെ ഒരു ഉറവിടം, അതിന്റെ ഒരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. അടുത്തതൊക്കെ, ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്ട്. ഒരു പ്രൊജക്ട്, റിസർച്ച് ഗവേഷണ പ്രൊജക്ടുകള് അതിന്റെ ഒരു ഭാഗമാവുക. ടു ടേക്ക് പാർട്ട് എന്ന് വെച്ചാൽ ഇൻവോൾവ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുക എന്നുള്ളത് കേട്ടോ. ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രൊജക്ട്, പുതിയ മരുന്നുകൾ കണ്ടെത്താനും അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു പ്രൊജക്റ്റിൽ പങ്കെടുക്കുക, അതിന്റെ ഒരു ഭാഗമാവുക. ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രൊജക്ട്, അതില് പങ്കെടുക്കുക. To bring into practice decision of the pharmacy and therapeutic committee. Pharmacy and therapeutic committeeയുടെ ഡിസിഷൻസ് അല്ലെ, തീരുമാനങ്ങള്, എന്താ പറയാ, അത് എന്ത് ചെയ്യുക, അത് കറക്റ്റ് ആയിട്ട് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ എന്താണ് ആ തീരുമാനങ്ങള് എന്ത് ചെയ്യുക, കൊണ്ടുവരിക, അതായത് അത് ശരിയായിട്ട് നടത്തുക, ഈ പാലിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഈ പ്രായോഗികമാക്കുക, അവരെടുക്കുന്ന ഡിസിഷൻസ്, ഈ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അവരെടുക്കുന്ന ആ ഒരു തീരുമാനങ്ങൾ, എടുക്കുന്ന ഡിസിഷൻ പ്രായോഗികമാക്കുക, അല്ലെങ്കിൽ അത് അവർ നടപ്പിലാക്കുക എന്നുള്ളത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ മറ്റൊരു ലക്ഷ്യമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ പോയിന്റ്? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങള് പ്രായോഗികമാക്കുക, പാലിക്കുക. അടുത്ത നോക്കി, ടു കോർഡിനേറ്റ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് ദ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. അടുത്തൊരു ഫംഗ്ഷൻ എന്താ, ടു കോർഡിനേറ്റ്, ഏകോപിപ്പിക്കുക. കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഏകോപിപ്പിക്കുക. ടു കോർഡിനേറ്റ് ആൻഡ് ടു കോപ്പറേറ്റ്, കോപ്പറേറ്റ് ചെയ്യുക, സഹകരിക്കുക. വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അതുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, കോപ്പറേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുകയും അതുപോലെ തന്നെ കോപ്പറേറ്റ് ചെയ്യുക, അതുമായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്യുക. ടു കോർഡിനേറ്റ് ആൻഡ് ടു കോപ്പറേറ്റ് വിത്ത് ദ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് അതുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കോപ്പറേറ്റ് ചെയ്യുക. അടുത്ത് നോക്കിയേ, ടു ഡിസൈൻ, ഓർഗനൈസ് and fulfill pharmacy policy procedure in keeping with the established policies of the hospital. To design, organize and fulfill pharmacy policy procedure in keeping with the established policies of the hospital. ഹോസ്പിറ്റലിന്റെ സ്ഥാപിതമായിട്ടുള്ള ഹോസ്പിറ്റലിലെ
സ്ഥാപിതമായിട്ടുള്ള പോളിസികൾ, നയങ്ങൾക്ക് അനുസൃതമായിട്ട് ഫാർമസി നടപടിക്രമങ്ങൾ ഡിസൈൻ ചെയ്യുക, അത് സംഘടിപ്പിക്കുക, അത് ഫുൾഫിൽ ചെയ്യുക, അത് നിറവേറ്റുക. ടു ഡിസൈൻ, രൂപകൽപ്പന ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക, ഫുൾഫിൽ ചെയ്യുക, നിറവേറ്റുക. എന്ത്? ഫാർമസി പോളിസി പ്രൊസീജിയർ. ഫാർമസി പോളിസി പ്രൊസീജിയർ രൂപീകരിക്കുക, സംഘടിപ്പിക്കുക, നിറവേറ്റുക. എങ്ങനെ? ഇൻ കീപ്പിംഗ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ സ്ഥാപിതമായിട്ടുള്ള ആ ഒരു നയങ്ങൾക്ക് അനുസൃതമായിട്ട്, ഹോസ്പിറ്റലിൽ ഇപ്പോൾ നിലവിലുള്ള ആ ഒരു നയങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെ ഫാർമസിയുടെ നടപടിക്രമങ്ങൾ ഡിസൈൻ ചെയ്യുക, അത് ഓർഗനൈസ് ചെയ്യുക, അത് ഫുൾഫിൽ ചെയ്യുക. ഇത്രയാണ് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞേക്കുന്നത്. ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ബൈഹാർട്ട് ചെയ്യണ്ട കേട്ടോ. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒന്നും നിങ്ങൾ ഫുൾ അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നില്ല. അതിനകത്ത് എന്തായാലും നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം. മരുന്നുകളുടെ കാര്യം തന്നെ വരുമ്പോ നമുക്ക് ആ ഫാർമസി ആയിട്ട് കണക്ട് ചെയ്ത് പറയാം അല്ലെ. ഒന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത് നമ്മള്? റൈറ്റ് മെഡിക്കേഷൻ, റൈറ്റ് ടൈം, റൈറ്റ് ഡോസില് ഏറ്റവും സാധ്യമായ കുറഞ്ഞ ചെലവില് ആ മരുന്നുകളുടെ ലഭ്യത എന്തെങ്കിലും ക്ലിയർ അല്ലേ? അവൈലബിലിറ്റി ഓഫ് ഡ്രഗ്സ് അല്ലേ? ആ മരുന്നുകൾ എപ്പോഴും നമ്മളെ ഫാർമസിയിൽ മരുന്നുകൾ അവൈലബിൾ ആയിരിക്കണം. പ്രത്യേകിച്ച് എമർജൻസി മെഡിസിൻസ് അവിടെ ഇല്ലാത്ത സോറി കേട്ടോ, ഇവിടെ പോയിട്ടാണേ. ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റീവ്സ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? ഓക്കെ, ശരിയായ മരുന്നുകള് ശരിയായ സമയത്ത് ശരിയായ ഡോസില് ഏറ്റവും സാധ്യമായ കുറഞ്ഞ ചെലവില് ആ മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക. അവിടെ അതിനകത്ത് ഒബ്ജക്റ്റീവ്സ് ഹോസ്പിറ്റൽ ഫാർമസി എന്നറിയാലോ അല്ലെ? മരുന്നുകളുടെ കാര്യം തന്നെ പറയുമ്പോ അറിയാം. ഇനി അടുത്ത എന്നാ? ഈ ഹോസ്പിറ്റലിലെ ഫാർമസ്യൂട്ടിക്കൽ സർവീസുകളുടെ പ്രവർത്തനങ്ങളെ ഞാൻ ഒന്നോട് പറയുവാണ് കേട്ടോ. മിന്നും തേർഡ് പോയിന്റ് ഒന്നോട് പറയാം. ഓക്കെ, അപ്പൊ നോക്കി രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? ഫാർമസ്യൂട്ടിക്കൽ സർവീസുകള് അല്ലെ, അതിന്റെ പ്രവർത്തനങ്ങള് എന്ത് ചെയ്യുക? പ്രൊഫഷണലൈസ് ചെയ്യുക. എന്താണ്? കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുക അല്ലെ. ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുക. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാണ് ഇവിടെ ശരിക്കും. ടു ആക്ട് ആസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ്. ആർക്ക് വേണ്ടി?
ഫോർ മെഡിക്കൽ സ്റ്റാഫ് കേസസ്, മെഡിക്കൽ സ്റ്റാഫിന് കേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുക. ആൻഡ് ഫോർ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ആർക്കും കൂടി വേണ്ടിയിട്ട് പേഷ്യൻസ് ഓൺ ദ യൂസ് ഓഫ് ഡ്രഗ്സുകളുടെ മരുന്നുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റുമായിട്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടാവോ, അതുമായിട്ട് ടോക്സിസിറ്റി, ഹോസ്റ്റൈൽ എഫക്ട് എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് പ്രതിരോധം, ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫലം അതാണ്. പിന്നെ ഡ്രഗ് ഇൻട്രാക്ഷൻ, ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ട് പേഷ്യൻസിന് ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റും കൂടിയായിട്ട് ആക്ട് ചെയ്യുക. ണ്ടോ അവിടെ മെഡിക്കൽ സ്റ്റാഫിന്, നേഴ്സസിന്, പേഷ്യന്റിന് എല്ലാവർക്കും ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുക. അതാണ് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സിൽ വരിക അല്ലെ. ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ എന്ന് അറിയാലോ. ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? മൂന്നാമത്തെ പോയിന്റ് മെഡിക്കൽ സ്റ്റാഫിന്, നേഴ്സസിന്, പിന്നെ ആർക്ക് കണ്ട് പേഷ്യൻസിന്. അടുത്തത് നോക്കിയേ, to act as a source of information of drug utilization, ഡ്രഗ്സിന്റെ മരുന്നുകളുടെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അല്ലെ, അതിന്റെ ഒരു സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുക. പിന്നെ അടുത്തത് റിസർച്ച് പ്രൊജക്റ്റില് അതിന് പങ്കെടുക്കുക. പിന്നെ അടുത്തത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ തീരുമാനങ്ങള് എന്ത് ചെയ്യുക, ഒരു പ്രായോഗികമാക്കുക അല്ലെങ്കിൽ അത് നടപ്പിലാക്കുക. അടുത്ത് നോക്കിയേ, to coordinate and cooperate with other departments of the hospital. ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, കോപ്പറേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക, അതുപോലെ തന്നെ അതുമായിട്ട് സഹകരിക്കുക. പിന്നെ ലാസ്റ്റത്തെ എന്താ പറഞ്ഞേക്കുന്നത്, ടു ഡിസൈൻ, ഓർഗനൈസ് ആൻഡ് ഫുൾഫിൽ ഫാർമസി പോളിസി പ്രൊസീജിയർ. ഫാർമസിയുടെ ആ നയങ്ങള് അല്ലെ, നടപടിക്രമങ്ങളും അതൊക്കെ രൂപകൽപ്പന ചെയ്യുക, സംഘടിപ്പിക്കുക, ഫുൾഫിൽ ചെയ്യുക. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഇൻ കീപ്പിംഗ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്ഡ് പോളിസി ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഇപ്പൊ നിലവിലുള്ള അല്ലെ സ്ഥാപിതമായിട്ടുള്ള പോളിസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഫാർമസിയിലെ പോളിസി പ്രൊസീജിയർ ഡിസൈഡ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഫുൾഫിൽ ചെയ്യുക. ഇനി ഒരു പ്രാവശ്യം വായിക്കണം. ഇതിന്റെ ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്തതാണോ അല്ലയോ എന്ന് അറിയാൻ. അല്ലാതെ തന്നെ ഓക്കെ അല്ലേ എല്ലാ പോയിന്റ്സും? ഇനി വായിച്ചു നോക്കണം ആർക്കെങ്കിലും? കണ്ടല്ലോ, ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തതാണ് ഇൻഫ്രാസ്ട്രക്ചർ. എന്തൊക്കെയാണ് ഒരു ഫാർമസിയുടെ അടിസ്ഥാന സൗകര്യങ്ങള്? ഈ ഫാർമസിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ്, located in the first floor or in the ground floor. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഫാർമസി എവിടെ വേണം, അതിന്റെ ശരിയായിട്ടുള്ള ഒരു ലൊക്കേഷൻ എവിടെയായിരിക്കണം? ലൊക്കേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. നമ്മൾ തെറ്റിക്കാൻ ക്വസ്റ്റ്യൻ കൊടുക്കും. ഫസ്റ്റ് ഫ്ലോർ എന്ന് കൊടുക്കും, ഗ്രൗണ്ട് ഫ്ലോർ എന്ന് കൊടുക്കും, ബോത്ത് എ ആൻഡ് ബി എന്ന് കൊടുക്കും. രണ്ടാമത്തേക്കോ എന്താ, ഫസ്റ്റ് ഫ്ലോറിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലോ ആകാം. ഓക്കെ, ലൊക്കേഷൻ എവിടെ വേണമെങ്കിലും ഫസ്റ്റിലാകാം, ഫസ്റ്റ് ഫ്ലോറിലാകാം, ഗ്രൗണ്ട് ഫ്ലോറിലാകാം. അത് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്തിട്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ പറയേണ്ടതാണ്. ലൊക്കേഷൻ ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. അടുത്ത നോക്കി, രണ്ടാമത്തെ പോയിന്റിൽ എന്താ, ഓപ്പിയം ഫാർമസി ഷുഡ് ഹാവ് എ ഗ്രാൻഡ് അപ്പിയറൻസ്. അതിന് എങ്ങനെയായിരിക്കണം? ഒരു മോശമായിട്ടാണോ അല്ലെങ്കിൽ ഒരു നല്ലൊരു അപ്പിയറൻസ്? നമ്മൾ കയറി ചെല്ലുമ്പോ തന്നെ ആ ഒപിയുടെ നമ്മുടെ ആ ഫാർമസിയില് എങ്ങനെയാ ഒരു നല്ല ഭംഗിയില് അല്ലെങ്കിൽ നല്ല സൗകര്യമൊക്കെ ആയിട്ട് എല്ലാം നല്ല രീതിയില് ഒരു നല്ലൊരു അപ്പിയറൻസ് വേണം. നമുക്ക് കാണുമ്പോ തന്നെ നല്ലൊരു മനോഹാരിത തോന്നണം. ആൻഡ് മസ്റ്റ് ഹാവ് ഇനഫ് സ്പേസ് patient should visit for medicine. പിന്നെ ഫാർമസിയിൽ മരുന്ന് ഇരിക്കുന്ന വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് ഇരിക്കാനായിട്ട് എന്തുകൂടി വേണം? ഇനഫ് സ്പേസ്, ആവശ്യത്തിനുള്ള സ്പേസും വേണം. നിങ്ങൾ പോയിട്ടില്ലേ ഹോസ്പിറ്റലിൽ, ഫാർമസിയിൽ പോയി മരുന്ന് കഴിച്ചിട്ടില്ലേ? അല്ലെ, അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഇല്ലേ? അല്ലെ, നമ്മുടെ ആ നമ്പർ അനുസരിച്ച് നമുക്ക് ആ മരുന്നുകൾ കിട്ടാനായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ട വരികയായിരിക്കും. അല്ലെ, ആ നമ്പർ അനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നത്. നമുക്കിടെ ഇതാവുമ്പോൾ അവിടെ പറയും അല്ലെ, ഇത്ര ഇതാകണ്ടോ, പി നമ്പർ ഒക്കെ നമ്മുടെ പറഞ്ഞു കഴിഞ്ഞാൽ അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യണം.
ആ വെയിറ്റ് ചെയ്യാനായിട്ട് നല്ല സ്പേസ് വേണം. Then OPD's waiting room should have a professional look. ഈ OPDയുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അതാണ് OPD. OPDയുടെ വെയിറ്റിംഗ് റൂം എങ്ങനെയായിരിക്കണം? ഷുഡ് ഹാവ് എ പ്രൊഫഷണൽ ലുക്ക്. നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് അല്ലെ? നിങ്ങൾ വെയിറ്റിംഗ് OPD വെയിറ്റിംഗ് ഇതിൽ പോയിട്ടില്ലേ? വെയിറ്റിംഗ് റൂമിൽ പോയിട്ടില്ലേ? അവിടെ ഡോക്ടറിനെയൊക്കെ കാണാനൊക്കെ ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം OPDയില് അല്ലെ? വെയിറ്റ് ചെയ്യുന്ന അവിടെ നല്ല ഭംഗിയിൽ നമുക്ക് കസേരകളും ഒക്കെ അടക്കിയിട്ട് നല്ല ഇതായിട്ടാണ് അല്ലെ? അതും ഒരു പ്രൊഫഷണൽ ലുക്ക് ആയിരിക്കണം. There should be educative posters. എന്തുണ്ടാവും അവിടെ? There should be educative posters. നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്ന ഹെൽത്തും ഒക്കെ ആയി ബന്ധപ്പെട്ട് നല്ല ടിപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടുന്ന തരത്തിലുള്ള പോസ്റ്ററുകള്, ഹെൽത്ത് ആൻഡ് ഹൈജീനിക് നമ്മുടെ ആരോഗ്യം, ശുചിത്വം ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്ന രീതിയിലുള്ള പോസ്റ്ററുകള് ആൻഡ് ലിറ്ററേച്ചർ ഫോർ റീഡിങ്. വായിക്കാനും മാഗസിൻസ് ഒക്കെ ഉണ്ടാവില്ലേ? ആരോഗ്യ മാസിക അതൊക്കെ പോലെ എന്തെങ്കിലും അങ്ങനെയുള്ള ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ കുറെ നേരം ചിലപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കും അല്ലെ? അതായത് ഇതൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള് OPDയിൽ ചെല്ലുമ്പോ? അതെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വേണം. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. എന്തൊക്കെയാ? ഫാർമസിയുടെ ആ OP ഫാർമസി എങ്ങനെയായിരിക്കണം? നല്ല അപ്പിയറൻസ് ആയിരിക്കണം. പിന്നെ അതുപോലെ അവിടെ പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള മരുന്നുകൾ മേടിക്കാൻ വരുന്ന പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. പിന്നെ OPDയുടെ വെയിറ്റിംഗ് റൂം ഒരു നല്ലൊരു പ്രൊഫഷണൽ ലുക്ക്, നല്ലൊരു There should be educative posters. അതെന്താ? നമ്മുടെ എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ് ഹെൽത്ത് ഹൈജീൻ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്ന രീതിയിലുള്ള പോസ്റ്ററുകള്, ലിറ്ററേച്ചർ ഫോർ റീഡിങ്ങിനുള്ള ആ പുസ്തകങ്ങള്, ലിറ്ററേച്ചർ ഇതെല്ലാം എന്ത് ചെയ്യണം? ലിറ്ററേച്ചർ ഫോർ റീഡിങ്ങിനുള്ള ആ പുസ്തകങ്ങൾ ഇതെല്ലാം അവിടെ അവൈലബിൾ ആയിരിക്കണം. വെറുതെ കുറെ നേരം ഇരിക്കും ബോറടിക്കാതിരിക്കാനേ അങ്ങനെയുള്ള മാഗസിൻസോ അങ്ങനെയുള്ളതൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. ഈ അടുത്ത മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. സ്യൂട്ടബിൾ സ്പേസ് മസ്റ്റ് ബി ഗിവൺ ഫോർ റെഗുലർ മാനുഫാക്ചറിങ് ഓഫ് സ്റ്റോക്ക് സൊല്യൂഷൻ. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മള് ഈ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പേസ് വേണം, ഇവൺ നൽകണം. സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പേസ് നൽകണം. എന്തിനു വേണ്ടി? ഫോർ റെഗുലർ മാനുഫാക്ചറിങ് ഓഫ് സ്റ്റോക്ക് സൊല്യൂഷൻ. സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ് കേട്ടോ. ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് ഡ്രഗ്സ്, മരുന്നുകളുടെ ഒരു നല്ല കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ് സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ സൊല്യൂഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് മാനുഫാക്ചർ ചെയ്യാനായിട്ട് നിർമ്മിക്കാനായിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള സ്പേസ് വേണം. പൗഡേഴ്സ്, ഓയിന്റ്മെന്റ് ഇതൊക്കെ നിർമ്മിക്കാൻ മാനുഫാക്ചർ ചെയ്യാനും കൂടിയുള്ള ആ സ്പേസ് വേണം. The manufacturing room should be near the pharmacy. ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന നിർമ്മിക്കുന്ന റൂം എങ്ങനെയായിരിക്കണം? should be near the pharmacy. ഫാർമസിയോട് ചേർന്നായിരിക്കണം ആ മാനുഫാക്ചറിങ് റൂം. ക്ലിയർ ആയോ? അവിടെ പറഞ്ഞേക്കുന്നത് സ്റ്റോക്ക് സൊല്യൂഷൻ, പൗഡർ, ഓയിൽമെന്റ് ഇതൊക്കെ നിർമ്മിക്കാൻ ഒരു മാനുഫാക്ചറിങ് റെഗുലർ ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് റൂമിനുള്ള സ്പേസ് വേണം അവിടെ. ആ മാനുഫാക്ചറിങ് റൂം ഇവിടെ മരുന്നുകളൊക്കെ ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി ഫാർമസി വേറെ സ്ഥലത്ത് വയ്ക്കാൻ പറ്റുമല്ലോ. The manufacturing should be near the pharmacy. Near the pharmacy. Underline ചെയ്തോട്ടോ സെന്റൻസ്. ഫാർമസിയോട് ചേർന്നായിരിക്കണം മാനുഫാക്ചറിംഗ്. Then അടുത്ത നോക്കിയേ. ഓഫീസ് ഓഫ് ദ ചീഫ് എന്ന് പറഞ്ഞാൽ ചീഫ് ഫാർമസിസ്റ്റ് കേട്ടോ. ആ ചീഫ് ഫാർമസിസ്റ്റിനുള്ള ഓഫീസ്. ഓഫീസ് ഓഫ് ദ ചീഫ് ഫാർമസിസ്റ്റിനുള്ള ഒരു ഓഫീസ് വേണം. ചീഫ് ഫാർമസിസ്റ്റിനുള്ള ഓഫീസ്. പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് ഏരിയ. ഈ മരുന്നുകൾ പാക്ക് ചെയ്യാനും ലേബിൾ ചെയ്യാനും അതിനൊക്കെ ഉള്ള ഒരു ഏരിയ വേണം. ഇനി അടുത്തതാണ് കോൾഡ് സ്റ്റോറേജ് ഏരിയ. കോൾഡ് സ്റ്റോറേജ് ഏരിയ എന്ന് പറഞ്ഞാൽ ലാർജ് റെഫ്രിജറേറ്റർ റൂമാണ്. ഈ മരുന്നുകളൊക്കെ എല്ലാരും നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ ചില മരുന്നുകളൊക്കെ ഉണ്ടാവും അല്ലെ? ഇൻസുലിനൊക്കെ പോലെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജില് അല്ലെ അങ്ങനെയുള്ള കോൾഡ് സ്റ്റോറേജിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. അത് പുറമെ ഓപ്പൺ ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റില്ല.
അതാണ് കേട്ടോ. മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ലാർജ് റെഫ്രിജറേറ്റഡ് ഏരിയ ആണ്, ഒരു റൂമാണ് ഏത് ഈ കോൾഡ് സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത്. കോൾഡ് സ്റ്റോറേജ് ഏരിയ, എ ലാർജ് റെഫ്രിജറേറ്റഡ് റൂം ഡിസൈൻഡ് ഫോർ സ്റ്റോറേജ് മെഡിസിൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വലിയ റെഫ്രിജറേറ്റർ റൂമാണ് കോൾഡ് സ്റ്റോറേജ്. ആ ഒരു ഇത് വേണം, ഇത്രേ ഉള്ളൂ. സാധാരണ ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റാത്ത മെഡിസിൻസ് അതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് കോൾഡ് സ്റ്റോറേജ് ഏരിയ വേണം. പിന്നെ അടുത്ത റിസർച്ച് വിങ്, ഗവേഷണ വിഭാഗം വേണം. പുതിയ പുതിയ മരുന്നുകളും ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് എന്താണ് റിസർച്ച് ചെയ്യാനുള്ള ഒരു സെക്ഷൻ, റിസർച്ച് വിങ്, ഗവേഷണ വിഭാഗം. ാണ് ഫാർമസി സ്റ്റോർ റൂം. ഇത് വേണം, ഫാർമസിയുടെ മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോർ റൂം വേണം, ഫാർമസി സ്റ്റോർ റൂം വേണം. അടുത്തതാണ് ലൈബ്രറി വേണം. ഇതൊക്കെ ആ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ചോദിക്കാം ഫാർമസിയുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതൊക്കെ, അങ്ങനെ ചോദിക്കാം കേട്ടോ. നോക്കിയേ, റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിംഗ് ഏരിയ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ ഫെസിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്തിട്ടാൽ മതി. റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിംഗ് ഏരിയ, റേഡിയോ ഐസോട്ടോപ്പുകൾ സ്റ്റോർ ചെയ്യാനും അത് വിതരണം ചെയ്യാനുമുള്ള ഏരിയ. എന്താണ് റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ? An unsteady form of a chemical element that release the radiation. Radiations release ചെയ്യുന്ന ഒരു കെമിക്കൽ എലമെന്റ് എങ്ങനെയുള്ളത്? അൺസ്റ്റഡി, അസ്ഥിരമായിട്ടുള്ള രൂപമാണ്. ഒരു രാസമൂലകത്തിന്റെ അസ്ഥിരമായ ഒരു രൂപമാണ് റേഡിയോ ഐസോട്ടോപ്സ്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ? ഇത് കൂടി കഴിയട്ടെ എന്നിട്ട് പറയാം. നോക്കി, ഇൻ മെഡിസിൻ, ഇനി മെഡിസിനിലെ ഈ റേഡിയോ ഐസോട്ടോപ്പ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇമേജിംഗ് ദ ടെസ്റ്റ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. മെഡിസിനില് ഈ റേഡിയോ ഐസോട്ടോപ്പ് എന്തിനാണ്? ഇമേജിംഗ് ടെസ്റ്റുകള്, നമ്മുടെ ഇമേജിംഗ് ടെസ്റ്റുകള്, അതായത് നമുക്ക് തൈറോയിഡിന്റെ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട്. ഐഡിൻ 131 എന്ന് പറഞ്ഞ റേഡിയോ ഐസോട്ടോപ്പ് ആണ് ഉപയോഗിക്കുന്നത് തൈറോയിഡ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഹാർട്ട് ഇമേജിംഗ് താലിയാണ്, താലിയൻ 201 ആണ് ഹാർട്ടിന്റെ ഇമേജ് ഒക്കെ കാണാനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ഇമേജിംഗ് ടെസ്റ്റും ട്രീറ്റ്മെന്റിനും ഈ റേഡിയോ ഐസോട്ടോപ്പുകൾ മെഡിസിനിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്തിടണം നമ്മള്. ഇൻ മെഡിസിൻ ദേ ആർ യൂസ്ഡ് ഇൻ ഇമേജിംഗ് ദ ടെസ്റ്റ് ആൻഡ് ഇൻ ട്രീറ്റ്മെന്റ്. ക്ലിയർ അല്ലേ? റേഡിയോ ഐസോട്ടോപ്പ് മെഡിസിനിൽ എന്താ? ടെസ്റ്റുകളിൽ ഇമേജ് കിട്ടാനും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റിനുമാണ് ഉപയോഗിക്കുന്നത്. All radioactive isotopes should be stored in secure when they are not in use. Underline ചെയ്ത ആ സെന്റൻസ്. എല്ലാ റേഡിയോ ഐസോട്ടോപ്പുകളും എവിടെ വേണം സ്റ്റോർ ചെയ്യാൻ? എങ്ങനെ വേണം? സെക്യൂർ ആയിട്ട്, സുരക്ഷിതമായിട്ട് വേണം സ്റ്റോർ ചെയ്യാൻ. വെറുതെ ഓപ്പൺ ആയിട്ട് ഇടാൻ പാടില്ല. All radioactive isotopes should be stored in secure. സുരക്ഷിതമായി സ്റ്റോർ ചെയ്യണം. Or when they are not in use. ആവശ്യമില്ലാത്തപ്പോൾ, ഉപയോഗം ഇല്ലാത്തപ്പോൾ അത് എന്ത് ചെയ്യണം? സുരക്ഷിതമായി തന്നെ സ്റ്റോർ ചെയ്യണം. If they are stored in laboratory, ഇനി ലാബിലാണ് നമ്മൾ ആ റേഡിയോ ഐസോട്ടോപ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ the lab must be locked when they are not in use. ആ ലാബ് ലോക്ക് ചെയ്യണം. ഉപയോഗിക്കാത്തപ്പോഴ് ലാബ് ലോക്ക് ചെയ്ത് വെക്കണം. അത്രയും സെക്യൂർ ആയിട്ട് വേണം ഈ റേഡിയോ ഐസോട്ടോപ്പുകൾ സൂക്ഷിക്കാൻ. അടുത്ത നോക്കി, if the isotope is stored in refrigerator or freezers in a lab or hallway, the refrigerator or freezer must be locked. ഈ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് റെഫ്രിജറേറ്ററിലോ അല്ലെങ്കിൽ ഫ്രീസേഴ്സിലൊക്കെയാണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? റെഫ്രിജറേറ്ററോ അല്ലെങ്കിൽ ഫ്രീസറോ ഇങ്ങനെ വെറുതെ ഓപ്പൺ ആക്കി ഇടാൻ പാടില്ല. എന്ത് ചെയ്യണം? അത് ലോക്ക് ചെയ്ത് വെക്കണം. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എവിടെയാണോ സ്റ്റോർ ചെയ്യേണ്ടത്, റേഡിയോ ഐസോട്ടോപ്സ് എവിടെയാണോ സ്റ്റോർ ചെയ്യുന്നത് അത് ആയിരിക്കണം. അതായത് ലാബിലാണെങ്കിൽ ആ ലാബ് നമ്മള്
എന്താ ലോക്ക് ചെയ്ത് വെക്കണം. റെഫ്രിജറേറ്ററിലോ ഫ്രീസറിലോ ഒക്കെ അങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അതും ലോക്ക് ചെയ്ത് വെക്കണം. അതിന് 2-3 എക്സാമ്പിൾ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. iodine 131 ആണ്. ഇതൊന്നും ചോദിക്കൂല കേട്ടോ. എന്നാലും ഞാൻ പറയാണ്, നമ്മുടെ മെഡിസിനിൽ ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ഐസോട്ടോപ്പ് ആണ് iodine 131. അത് തൈറോയിഡ് ട്രീറ്റ്മെന്റിനാണ് ഉപയോഗിക്കുന്നത്. തൈറോയിഡ് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പ് ആണ് iodine 131. അതുപോലെ താലിയം 201 ഫോർ ഹാർട്ട് ഇമേജ്, ഹൃദയത്തിന്റെ ഇമേജ് കാണിക്കാനൊക്കെ ആയിട്ട് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പ് ആണ് താലിയം 201. ഗാലിയം 64 ഫോർ ട്യൂമർ ഡിറ്റക്ഷൻ, നമ്മൾ എന്തെങ്കിലും ട്യൂമർ ഉണ്ടോ അതൊക്കെ കണ്ടുപിടിക്കാനൊക്കെയാണ്. അതിന്റെ ആ ഒരു ഇമേജിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ഐസോട്ടോപ്പ് ആണ് ഗാലിയം 64. അതൊന്നും ചോദിക്കൂല. ഈ പാരഗ്രാഫില് ഈ 10ാമത്തെ പോയിന്റ് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം. കുഞ്ഞു കുഞ്ഞ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിനുള്ള ചാൻസ് ഉണ്ട് അവിടെ. അതായത് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഈ റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ഡിസ്പെൻസിംഗ് ഏരിയ, ആ ഒരു പോയിന്റ് നോട്ട് ചെയ്തിടാം. അത് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഇനി റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് ഒരു രാസമൂലത്തിന്റെ അൺസ്റ്റഡി ഫോം ആണ്, അസ്ഥിരമായിട്ടുള്ള രൂപമാണ്. റിലീസ് റേഡിയേഷൻ, എന്താ റേഡിയേഷൻസ് റിലീസ് ചെയ്യുന്നുണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ സെക്യൂർ ആയിട്ട് വെക്കണമെന്ന് പറയുന്നത്. The chemical element that release the radiation since it break down and become more stable. അതുകൊണ്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് കുറച്ചുകൂടി എന്താ സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ അത് കീപ്പ് ചെയ്യണം. അതായത് അത് സെക്യൂർ ആയിട്ട് തന്നെ വെക്കണം എന്നാ പറയുന്നത് കേട്ടോ. ഇൻ മെഡിസിനില് ഈ റേഡിയോ ഐസോട്ടോപ്പ് എവിടെ ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ഇൻ ഇമേജിംഗ് ടെസ്റ്റ് ആൻഡ് ട്രീറ്റ്മെന്റ്. അതാണ് അണ്ടർലൈൻ ചെയ്യുന്നത്. Used in imaging test and in treatment. പേജ് നമ്പർ ഒന്ന് ഗിരീഷിന് ഇട്ട് കൊടുത്തേ. പേജ് നമ്പർ 2. Used in medicine imaging test. ഇമേജിംഗ് ടെസ്റ്റുകൾക്കും അതുപോലെ ട്രീറ്റ്മെന്റിനും ഉപയോഗിക്കുന്നുണ്ട്. ട്രീറ്റ്മെന്റിനാണ് ഞാൻ പറഞ്ഞത് തൈറോയിഡിന്റെ ട്രീറ്റ്മെന്റിന് iodine 131 എന്ന് പറഞ്ഞ റേഡിയോ ഐസോട്ടോപ്പ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തില്ല. ഇമേജിംഗ് ടെസ്റ്റ് ആൻഡ് ട്രീറ്റ്മെന്റ്. പിന്നെ അടുത്തത് എന്താണ്? നമുക്ക് ഈ റേഡിയോ ഐസോട്ടോപ്പ് എങ്ങനെ വെക്കണം? സ്റ്റോർഡ് ഇൻ സെക്യൂർ, സുരക്ഷിതമായിട്ട് വേണം അത് സൂക്ഷിക്കാൻ. നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് അത് ഓപ്പൺ ആക്കി ഇടാൻ പാടില്ല. സെക്യൂർ ആയിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്. ഇനി ലാബിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ലാബ് അത് എന്ത് ചെയ്യണം? ലോക്ക് ചെയ്യണം. ഉപയോഗിക്കാത്ത സമയത്ത് ലാബ് പ്രവർത്തിക്കാത്ത സമയത്ത് അത് ലോക്ക് ചെയ്ത് വെക്കണം. ഇനി റെഫ്രിജറേറ്ററിലോ ഫ്രീസറിലോ ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് ലോക്ക് ചെയ്ത് വെക്കണം. ഇനി അടുത്തതാണ് എക്യുപ്മെന്റ്സ് നീഡഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഫാർമസി കൺസിസ്റ്റ് ഓഫ്. ഹോസ്പിറ്റൽ ഫാർമസിക്കുള്ള എക്യുപ്മെന്റ്സ്, ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്? എക്യുപ്മെന്റ്സ് നീഡഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഫാർമസി കൺസിസ്റ്റ് ഓഫ്. നോക്കിയേ കേട്ടോ എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റത്തെയാണ് ഫെസിലിറ്റീസും എക്യുപ്മെന്റ്സും. അവിടെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളതാട്ടോ. ഫെസിലിറ്റി കൂടി നമുക്ക് പറയാം. The equipments needed in hospital pharmacy consist of the prescription case. ഒരു എക്യുപ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടുത്തെ അതിനുള്ള ഒരു സൗകര്യം കൊണ്ട് വേണം ഹോസ്പിറ്റൽ ഫാർമസിയില്. ഓക്കെ, പ്രിസ്ക്രിപ്ഷൻ കേസ് എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ വെക്കാനുള്ള ട്രേ അല്ലെ? ഫാർമസിയിലെ പ്രിസ്ക്രിപ്ഷൻ വെക്കുന്ന ട്രേ, മരുന്നുകൾ ആ ചീറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ പ്രിസ്ക്രിപ്ഷൻസ്, അത് വെക്കാനുള്ള ട്രേ ഇതാണ് പ്രിസ്ക്രിപ്ഷൻ കേസ്. ഇതിലും നിങ്ങൾ പേര് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ, എന്തൊക്കെ വേണം എന്നുള്ള. അപ്പൊ ഒന്നാമത്തെ എന്ത് വേണം? പ്രിസ്ക്രിപ്ഷൻ കേസ് എന്ന് വെച്ചാൽ പ്രിസ്ക്രിപ്ഷൻസ് വെക്കാനുള്ള ട്രേ ആണ്. പ്രിസ്ക്രിപ്ഷൻസ് വെക്കാനുള്ള ട്രേ ആണ് പ്രിസ്ക്രിപ്ഷൻ കേസ് എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, ഡ്രഗ് സ്റ്റോക്ക് കബോർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയർ. മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യാനുള്ള കബോർഡുകള് അല്ലെ? ഓരോ മരുന്നുകളും ഫാർമസിയിലൊക്കെ ചെല്ലുമ്പോ അറിയാം അല്ലെ? ഓരോന്നും പ്രത്യേകമൊക്കെ അല്ലേ? ഒരു ടൈപ്പ് ഒരു സെക്ഷൻ ഓരോള്ള മരുന്നുകള് അങ്ങനെയൊക്കെ അല്ലേ? അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിക്കൊഴിച്ചാണ് അവിടെ വെച്ചേക്കണത്
പ്രത്യേക പ്രത്യേക ഷെൽഫ്സില് ഡ്രോയേഴ്സിലൊക്കെ അല്ല അത് സൂക്ഷിച്ചേക്കുന്നത് അല്ലെ. ഡ്രഗ് സ്റ്റോക്ക് കബോർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ്. ഓരോ സെക്ഷൻ. നമ്മുടെ ക്ലാസ്സിൽ ഈ കൃഷ്ണേന്ദുകുട്ടി മാത്രമുള്ളൂ. കൃഷ്ണേന്ദു മാത്രം എപ്പോഴെപ്പോഴേക്കും കണ്ടിട്ടുണ്ടോ? ഓക്കെ, അല്ലെങ്കിൽ അല്ല, ആണോ എന്ന് ചോദിക്കുമ്പോ അതെ, അല്ലെങ്കിൽ അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ. ബാക്കി ആരും ഇവിടെ അത് എല്ലാവരും ഇങ്ങനെ ഇത് വെച്ചിട്ട് വേറെ വഴിക്ക് പോയപ്പോഴാണോ കുക്കിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയിലാണോ? ഗിരീഷ് ഓക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങളെ ഞാൻ കാണലില്ലോ, നിങ്ങളുടെ പേരുകൾ മാത്രമേ അവിടെ കാണുന്നുള്ളൂ. ചിലര് നീ നിങ്ങളെ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. ശരി ശരി, കുറച്ച് അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് ഡ്രഗ്സുകള്, മരുന്നുകള് സ്റ്റോക്ക് ചെയ്യാൻ കബോർഡുകള് ഇട്ടുകൂടി വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ്. ഇനി അടുത്ത നോക്കി, സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ്സ് വിത്ത് കബോർഡ് സ്പേസ്. എന്താണ് സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ്സ് വിത്ത് കബോർഡ് സ്പേസ്? ഇതുപോലെ തന്നെ, അതായത് നമ്മൾ ഓരോ സെക്ഷണൽ ഡ്രോയറുകള്, അത് എന്താണ് അങ്ങനെയുള്ള ക്യാബിനറ്റ്, കബോർഡ് ബേസ് ഉള്ള കബോർഡ് ഇതിനകത്ത് പോലെയുള്ളത്. നോട്ടൊക്കെ എഴുതിയിരിക്കണേ, ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചറിഞ്ഞൂടെ? ജസ്റ്റ് വേണമെങ്കിൽ എന്തെങ്കിലും വല്ലതൊന്നും കുറിച്ച് വെച്ചാൽ മതി, അല്ലാതെ ഫുള്ളായിട്ട് ഇതിന്റെ നോട്ടൊന്നും എടുക്കണ്ട. ഫോണിൽ തന്നെ നോക്കിയിരിക്കാൻ പാടാണ്, അതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ലേ? ടെക്സ്റ്റ് എടുത്ത് വെച്ചാൽ മതി. എന്നാ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ടെക്സ്റ്റില് പോയിന്റ് ഔട്ട് ചെയ്താണ്. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ ആ കാര്യത്തിൽ ഒപ്പം തന്നെ ടെക്സ്റ്റും കൂടി ഇത് കിട്ടിയില്ലേ ശരണ്യക്ക് ഇതുവരെയും? ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടോ, ടെക്സ്റ്റിന് താമസം ഉണ്ടാവോ എന്താണ്. അപ്പൊ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റിൽ നമുക്ക് വേഗം തന്നെ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് പോകാം. അറിയണ കാര്യങ്ങളൊക്കെ വേഗം അണ്ടർലൈൻ ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, ഇനി അപ്പൊ അടുത്തത് എന്താണ് നമ്മൾ പറഞ്ഞിരുന്നത്? ടെക്സ്റ്റ് ആണ് നോക്കുന്നത്, ബെറ്റർ. അപ്പൊ നമുക്ക് അണ്ടർലൈൻ ചെയ്തൊക്കെ പോകാലോ. അടുത്ത് നോക്കിയേ, വർക്ക് ടേബിൾ ആൻഡ് കൗണ്ടേഴ്സ് ഫോർ റെഗുലർ ഡിസ്പെൻസിങ്. എന്തുണ്ട്? വർക്ക് ടേബിളുകൾ, പ്രത്യേകം കൗണ്ടർ, റെഗുലർ പതിവായിട്ട് നമുക്ക് ഓരോ മരുന്നുകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വിതരണം ചെയ്യുന്നതിനുള്ള വർക്ക് ടേബിളുകളും കൗണ്ടറുകളും. മരുന്നുകളൊക്കെ ഡിസ്പെൻസ് ചെയ്യാനായിട്ട്, വിതരണം ചെയ്യാനായിട്ട് നമ്മൾ ഇതൊക്കെ ഫാർമസി പോയി മരുന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളതാ. അവരാ ടേബിളിലോ പ്രത്യേകം കൗണ്ടറിൽ അങ്ങ് വെച്ചേക്കും. നമ്മുടെ ഇത് പറഞ്ഞ ഓരോ കൗണ്ടറിൽ കളക്ട് ചെയ്യാം നമുക്ക്, അതിനുള്ളതുണ്ട്. സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്. അത് ചെല്ലാ സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്, അതായത് സിങ്കിന്റെ ഒപ്പം തന്നെ അത് കഴുകി വെക്കാനുള്ള ഏരിയ. സിങ്കും ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ കഴിവണമെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ കഴിവണമെങ്കിൽ അതിനൊരു സിങ്കും ഉണ്ടാവും. അതിന്റെ ഒപ്പം തന്നെ ഡ്രെയിൻ ബോർഡ് എന്ന് പറഞ്ഞാൽ അത് കഴുകി വെക്കാനുള്ള ഏരിയയും കൂടി ആ സിങ്കിന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. നമ്മുടെ വീട്ടിലും ഇല്ലേ സിങ്കിനൊക്കെ ചിലപ്പോ കഴുകാനും ഉണ്ടാവും ഒരു സെക്ഷൻ, അതുപോലെ അവിടെ അത് കഴുകിയതിനു ശേഷം അത് ഉണക്കാനായിട്ട് അല്ലെങ്കിൽ കഴുകി വെക്കാനുള്ള ഏരിയ ഉണ്ടാവും. അതുപോലെ cabinet to store motors and pistols. മോട്ടോർ ആൻഡ് പിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊടിക്കാനൊക്കെ ഉള്ള സംഭവമില്ലേ, മരുന്നുകളൊക്കെ എന്തെങ്കിലും പൊടിക്കാനോ എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് അങ്ങനെയുള്ളതാണ് കേട്ടോ. ക്യാബിനറ്റ് ടു സ്റ്റോർ മോട്ടോഴ്സ് ആൻഡ് പിസ്റ്റൽ. മോട്ടോഴ്സ്, പിസ്റ്റൽസ്, നമ്മള് ഇത് മരുന്നൊക്കെ പൊടിക്കാനുള്ള ഒരു കല്ല്, അതാ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീട്ടിലില്ലേ മുളകൊക്കെ ചതയ്ക്കാനായിട്ട് കുഞ്ഞു സംഭവം? അമ്മിക്കല്ലൊന്നും ഇപ്പൊ ആർക്കടെ വീട്ടിലില്ല അല്ലെ, കുഞ്ഞു സംഭവം ഇല്ലേ? ഇതുപോലെ മരുന്നുകൾ പൊടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചെറുത് മരുന്നുകളൊക്കെ പൊടിക്കാനൊക്കെ ഉള്ള ആ ഒരു ഇതാണ് മോട്ടോർ ആൻഡ് പിസ്റ്റൽ. അടുത്ത് നോക്കിയേ, ഇപ്പൊ എല്ലാവരും SS ഇടണ്ട, എനിക്കും ഭയങ്കര ഇതായിട്ടോ. അല്ലെങ്കിൽ ഞാൻ മാത്രം ഇവിടെ എന്ന് പറയുമ്പോ ഒറ്റ പിള്ളേര് അവിടെ ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഇനി അടുത്തത് എന്താണ്? കബോർഡ് ഫോർ ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫ്ലാസ്ക്, ഫണൽ ആൻഡ് ബീക്കേഴ്സ്. ബീക്കറുകൾ വെക്കാൻ, ഫണലുകൾ വെക്കാൻ, ഫ്ലാസ്ക് വെക്കാൻ, യൂട്ടൻസിൽസ് മറ്റു പാത്രങ്ങൾ, ഗ്ലാസ് യൂട്ടൻസിൽസ് പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട് പ്രത്യേകം കബോർഡുകൾ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം കബോർഡ് ഉണ്ട്. കബോർഡ് ഫോർ ഗ്ലാസ് യൂട്ടൻസിൽസ്, വെക്കാൻ, ഫണല് വെക്കാൻ, ഫ്ലാസ്ക് വെക്കാൻ, മറ്റേ ഗ്ലാസ് പാത്രങ്ങൾ വെക്കാനൊക്കെ പ്രത്യേക കബോർഡുകൾ ഉണ്ട്. അടുത്ത നോക്കിയേ, റെഫ്രിജറേറ്റേഴ്സ് ഓഫ് സ്യൂട്ടബിൾ കപ്പാസിറ്റി. സ്യൂട്ടബിൾ കപ്പാസിറ്റിയിലുള്ള റെഫ്രിജറേറ്റേഴ്സ് ഉണ്ട്. ഫ്രിഡ്ജ് മറ്റുള്ള ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ,
നമുക്ക് എല്ലാ മരുന്നുകളും ഓപ്പൺ ഇതിൽ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ വേണ്ടിയിട്ട് റെഫ്രിജറേറ്റേഴ്സ്, സ്യൂട്ടബിൾ കപ്പാസിറ്റിയിലുള്ള റെഫ്രിജറേറ്റേഴ്സ് ഉണ്ട്. അടുത്ത് നോക്കിയാൽ നാർക്കോട്ടിക് സേഫ് വിത്ത് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സ്. നാർക്കോട്ടിക് ഡ്രഗ്സ് കേട്ടിട്ടില്ലേ? എന്താ നാർക്കോട്ടിക് ഡ്രഗ്സ്? നാർക്കോട്ടിക് ഡ്രഗ്സ് എന്താ? നമ്മള് ഈ വേദന സംഹാരിയായിട്ട് പെയിൻ കില്ലർ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ ഇല്ലേ? മോർഫിൻ, പെത്തഡിൻ, അത് നിങ്ങൾക്ക് ലാസ്റ്റത്തെ സെക്ഷനിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഡ്രഗ്സിന്റെ പല നമുക്ക് നാർക്കോട്ടിക് ഡ്രഗ്സ്, അതുപോലെ കോൾഡ് സ്റ്റോറേജ്, ഇൻഫ്ലേറ്റബിൾ ഡ്രഗ്സ്, ജനറൽ ഡ്രഗ്സ്, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ വന്നിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട്, എക്സാമ്പിളും അവിടെ പറയുന്നുണ്ട് കേട്ടോ. നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ പെയിൻ കില്ലർ ആയിട്ട് ഉപയോഗിക്കുന്നത്, വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകള്. മോർഫിൻ ഒരു എക്സാമ്പിൾ ആണ്, MORPHINE, മോർഫിൻ. പെത്തഡിൻ, PETHIDINE, പെത്തഡിൻ, PETHIDINE, പെത്തഡിൻ. മോർഫിൻ, പെത്തഡിൻ, ഇതൊക്കെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ്. ആ നാർക്കോട്ടിക് ഡ്രഗ്സുകൾ അതെങ്ങനെയാ? സേഫ് ആയിട്ട് സുരക്ഷിതമായിട്ട് തന്നെ വെക്കണം. ഇത് സെപ്പറേറ്റ് ഡ്രോയേഴ്സ്, അതിനെ മറ്റുള്ള ഇതിന്റെ കൂട്ടാതെ അതിനെ പ്രത്യേകം ലോക്ക് ചെയ്ത ഡ്രോയേഴ്സിൽ തന്നെ സൂക്ഷിക്കണം. അതിനുള്ള സൗകര്യം വേണം. അടുത്ത് നോക്കിയേ, ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഫയൽ ക്യാബിനറ്റ്. ഇനി എന്ത് വേണം? ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ. ടെലിഫോൺ കണക്ഷനോട് കൂടിയുള്ള ഒരു ഓഫീസ് ഡെസ്ക് ആൻഡ് ഫയൽ ക്യാബിനറ്റ്, ഫയലുകളൊക്കെ വെക്കാനായിട്ടുള്ള ക്യാബിനറ്റ്സിലൊക്കെ ഉള്ള സൗകര്യമുള്ള ഒരു ഡെസ്ക്, ഓഫീസ് ഡെസ്ക് വേണം. വിത്ത് എന്തും കൂടി? ടെലിഫോൺ കണക്ഷൻ വേണം. വെറുതെ ഒരു പ്ലെയിൻ ഡെസ്ക് അല്ല. കോണ്ടാക്ട് ചെയ്യാനായിട്ട് കണക്ട് ചെയ്യാൻ ടെലിഫോൺ കണക്ഷനും ഫയൽ ക്യാബിനറ്റും ഒക്കെ ഉള്ള ഓഫീസ് ഡെസ്ക് വേണം. അടുത്ത് നോക്കിയേ, ഡിസ്പെൻസിംഗ് വിൻഡോ ഫോർ നേഴ്സസ് എന്നാണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കിയ ടെക്സ്റ്റ് ഉള്ളവര്, ഡിസ്പെൻസിംഗ് വിൻഡോ ഫോർ നേഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്. നേഴ്സ് എന്നാണോ നോക്കിയേ, അല്ലെങ്കിൽ അത് കറക്റ്റ് ആക്കിയേ. NURSES കറക്റ്റ് ആണ്. അതെ, ഓക്കെ. ഡിസ്പെൻസിംഗ് വിൻഡോ ഫോർ നേഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്. നേഴ്സസിനും ഔട്ട് പേഷ്യൻസ് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇത് വിതരണം ചെയ്യാൻ, മരുന്നുകള് നൽകാനുള്ള, ഡിസ്പെൻസ് ചെയ്യാനുള്ള ഒരു വിൻഡോയിൽ വേണം അല്ലെ. ഒരു വിൻഡോ കൂടി എല്ലാവരും നമുക്ക് തരുന്നുണ്ട് അല്ലെ. മരുന്നുകളൊക്കെ ഫാർമസിയിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോൾ വിൻഡോയിൽ കൂടെ നമുക്ക് മരുന്നുകൾ തരും. അതിനുള്ള അപ്പൊ ഇത്രയും കാര്യങ്ങള് എക്യുപ്മെന്റ് മാത്രമല്ല കേട്ടോ, എക്യുപ്മെന്റ്സിന് മാത്രം പറയുന്നില്ല, ഫെസിലിറ്റി കൂടിയാണ്. ഇത്രയും സംഭവങ്ങളൊക്കെ ഇതിനൊക്കെ ഉള്ള ഏരിയകളും വേണം. Equipments and facilities needed in the hospital pharmacy consist of. ഇത്രയും സൗകര്യങ്ങളും കൂടി വേണം. ഓക്കെ, ക്ലിയർ ആയോ നോക്കിയേ? പ്രിസ്ക്രിപ്ഷൻ ഏരിയ നിങ്ങൾ ചോദിക്കാൻ പോരെ, ഇനി ഞാനത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ അല്ലേ? എല്ലാ കബോർഡുകള്, പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം ഡ്രോയറുകള്, കബോർഡ് ബേസ്, പിന്നെ വർക്ക് ടേബിളുകള്, പിന്നെ സിങ്കുണ്ട്, അതിന്റെ കൂടെ കഴുകി വെക്കാനുള്ള, പിന്നെ പൊടിക്കാനുള്ള കല്ല്, മോട്ടോർ അത് വെക്കാനുള്ള ക്യാബിനറ്റ് വേണം. പിന്നെ ഈ ഗ്ലാസിന്റെ സംഭവങ്ങള്, ഫ്ലാസ്ക്, ഫണല്, ബീക്കർ, ഇതൊക്കെ വയ്ക്കാൻ പ്രത്യേകം കബോർഡുകൾ വേണം. പിന്നെ സ്യൂട്ടബിൾ കപ്പാസിറ്റിയിലുള്ള റെഫ്രിജറേറ്റർ വേണം. നാർക്കോട്ടിക് ഡ്രഗ്സ്, അതായത് പെയിൻ കില്ലർ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ പ്രത്യേകം നമ്മൾ അത് ലോക്ക്ഡ് ഡ്രോയേഴ്സിൽ സൂക്ഷിക്കണം. അതിനുള്ള സൗകര്യം വേണം. പിന്നെ അടുത്ത ഓഫീസ് ഡെസ്ക്, അതിന്റെ ടെലിഫോൺ കണക്ഷനും ഫയല് ഒക്കെ വെക്കാനുള്ള ഫയൽ ക്യാബിനറ്റ് ഉൾപ്പെടെയുള്ള എന്താണ് ഓഫീസ് ഡെസ്ക് വേണം. പിന്നെ അടുത്തത് നേഴ്സസിനും ഔട്ട് പേഷ്യൻസിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് മരുന്നുകൾ വിതരണം ചെയ്യാൻ, ഡിസ്പെൻസ് ചെയ്യാനായിട്ട് വിതരണം ചെയ്യാനുള്ള വിൻഡോയും വേണം. ഇനി അടുത്തതാണ് സ്റ്റാഫിംഗ് ആണ്. ഇതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. ഏതെങ്കിലും മാറി ചോദിക്കാറുണ്ട്. ഇതുവരെ നമ്മളിത് എന്താ പറയാ, എക്സാം തുടങ്ങിയ നാൾ ഒടുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അവർ ചോദിച്ചേക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അപൂർവ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്ത് ബെഡ് സ്ട്രെങ്ത്തും നമ്പർ ഓഫ് ഫാർമസീസ് റിക്വയർഡ്. ഇത് പ്രത്യേകം ആ ടേബിള് ഇമ്പോർട്ടന്റ് ആണ് തന്നെ എഴുതി വെക്കാറ് കേട്ടോ. മിക്കവാറും ഏതെങ്കിലൊക്കെ മാറി ചോദിക്കാറുണ്ട്. ഓക്കെ, സ്റ്റാഫിംഗ് ആണ് കേട്ടോ. There should be drug and therapeutic committee for advice and decision making.
നമുക്ക് അഡ്വൈസ് ചെയ്യാൻ ഉപദേശങ്ങള് ഡിസിഷൻ തീരുമാനങ്ങൾ എടുക്കുന്നതിനായിട്ട് ആരുണ്ട് അവിടെ? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട്. അത് നോക്കിയേ, അതിനകത്ത് നമ്മളിവിടെ പറഞ്ഞേക്കുന്നുണ്ട് റിക്വയർമെന്റ് ഓൺ ദ പ്ലേസ് ബെഡ് സ്ട്രെങ്ത് അനുസരിച്ച് ആ എത്ര ഫാർമസിസ്റ്റ് വേണം എന്നാ. അപ്പൊ ഹോസ്പിറ്റലിലെ ബെഡ് സ്ട്രെങ്ത് അനുസരിച്ചിട്ട് എത്ര ഫാർമസിയില് എത്ര ഫാർമസിസ്റ്റ് ആവശ്യമായിട്ടുണ്ട് നോക്കിയേ. അപ് ടു 50 ബെഡ്സ്, 50 ബെഡ് വരെയുള്ള ഹോസ്പിറ്റൽ, അത്രയും ബെഡ് സ്ട്രെങ്ത് ഉള്ള ഹോസ്പിറ്റല് എത്ര ഫാർമസിസ്റ്റ് വേണം? 3. സിമ്പിൾ അല്ലേ? ആ ടേബിള് ബൈഹാർട്ട് ചെയ്യണം കേട്ടോ, ബൈഹാർട്ട് ചെയ്ത് വെക്കണം നമ്മള്. അപ് ടു 50 ബെഡ്സ് ആണെങ്കിൽ നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് എത്രയാണ്? 3 ഫാർമസിസ്റ്റ്. ഓക്കെ, ഇത് 2 രീതിയിലും ചോദിക്കാം നമുക്ക്. നമ്മളോട് ബെഡ് സ്ട്രെങ്ത് പറഞ്ഞിട്ട് എത്ര ഫാർമസിസ്റ്റ് വേണമെന്ന് ചോദിക്കാം. ഇപ്പൊ 8 ഫാർമസിസ്റ്റ് ഉള്ളോടത്ത് ബെഡ് സ്ട്രെങ്ത് എത്ര വരെയും വരാതെ ചോദിക്കാം, തിരിച്ചും ചോദിക്കാം. അപ്പൊ ആ രീതിക്ക് നിങ്ങൾ ആ ടേബിൾ ബൈഹാർട്ട് ചെയ്യണം. അപ് ടു 50 ബെഡ്സ് അല്ലെ, 50 ബെഡ് വരെ ഉണ്ടെങ്കിൽ ഉള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടുത്തെ ഫാർമസിയിൽ എത്ര വേണം? 3 ഫാർമസിസ്റ്റ് വേണം. അതാണ് ആ പ്രോട്ടോകോള്. അടുത്ത നോക്കിയാൽ അപ് ടു 100 ബെഡ്സ്, 100 ബെഡ്സ് വരെയുള്ള ഫാർമസിയിൽ ഫൈവ് ഫാർമസിസ്റ്റ് വേണം. ഫാർമസിസ്റ്റ് റിക്വയർഡ് 5. Then up to 200 ബെഡ്സ് ആണെങ്കിൽ 8 ഫാർമസിസ്റ്റ് വേണം. up to 200 ബെഡ്സ് 8 ഫാർമസിസ്റ്റ് വേണം. up to 300 ബെഡ്സ് എത്രയാണ്? 10 ഫാർമസിസ്റ്റ് വേണം. up to 300 ബെഡ്സ് 10 ഫാർമസിസ്റ്റ്. up to 500 ബെഡ്സ് എത്ര വരെ വേണം? 50 ഫാർമസിസ്റ്റ് വേണം. ഓക്കെ, 50 ഫാർമസിസ്റ്റ് വേണം. ഇത് സിമ്പിൾ ആണെന്ന് വിചാരിച്ച് നോക്കാതിരിക്കരുത് കേട്ടോ നിങ്ങള്. അത് നിങ്ങൾ ആ ഒരു ഓർഡർ പഠിച്ചാൽ 3, 5, 8, 10, 50 എന്നിട്ട് ആ നമ്പർ വെച്ചാൽ എന്ന് വെച്ചാൽ ഞാൻ എടുത്ത് പറയുന്നേ, നിങ്ങളുടെ തൊട്ടുള്ള ബാച്ചിന്റെ മൊഡ്യൂൾ എക്സാം ആയിരുന്നു കഴിഞ്ഞ ദിവസം. അതിൽ ആ കുട്ടി തെറ്റിച്ച ഞങ്ങളെ മാർക്ക് നോക്കി എക്സാം കഴിഞ്ഞ് കഴിയുമ്പോ ജസ്റ്റ് എല്ലാ ഫുൾ മാർക്കും കിട്ടുമെന്ന് നോക്കി ഒരു കുട്ടി തെറ്റിച്ച ഒരേ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഞാൻ വളരെ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടതാണ് ഇമ്പോർട്ടന്റ് എഴുതി വെക്കാൻ തന്നെ ഞാൻ പറഞ്ഞതായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഈ ടേബിൾ നിങ്ങൾ പഠിക്കണോണ്ട് പിള്ളേരെ എന്തായാലും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ആ സങ്കടം തോന്നിയാൽ കണ്ടോ കാര്യങ്ങൾ മൊഡ്യൂൾ എക്സാം അല്ലേ, പ്രശ്നമൊന്നുമില്ല. അല്ല എന്നാൽ പോലും നമ്മളെ ആ തെറ്റിച്ച ഒരേ ഒരു ക്വസ്റ്റ്യന് എന്ത് സിമ്പിൾ ആയിരുന്നു അല്ലേ? അപ്പൊ ബാക്കി ഫുള്ള് ശരിയാക്കിയ ഒരാളെ ഈ ഒരു സിമ്പിൾ നിസാരം, അപ്പൊ അത് വേറൊന്നുമല്ല, നിസാരാന്ന് കരുതരുത് കേട്ടോ. ഇതെന്തായാലും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേക ഇമ്പോർട്ടന്റ് തന്നെ എഴുതി വെക്കുക. നിങ്ങൾ ആ നമ്പർ ഒന്ന് ഓർത്ത് വെച്ചാലും മതി. 3, 5, 8, 10, 50. പിന്നെ നോക്കിയേ, 50 കഴിഞ്ഞ ഡബിൾ 100, ഡബിൾ 200, പിന്നെ 300, 500. അതിന്റെ ആ ഏകദേശം ഒരു എന്താ പറയാ ഒരു അസെൻഡിങ് ഓർഡറിലേക്കല്ലേ വരുന്നേ അല്ലെ? അസെൻഡിങ് ഓർഡറിലേക്കല്ലേ ബിക്കിലേക്കല്ലേ വന്നത്? 50, 100, 200, 300, 500. അപ്പൊ അതിന്റെ നേരെ നോക്കാം. ഒന്നോടെ പെട്ടെന്ന് നോക്കിയേ, 50 ബെഡ്സ് ആണെങ്കിൽ എത്ര ഫാർമസിസ്റ്റ് വേണം? 3 ഫാർമസിസ്റ്റ് വേണം. 100 ബെഡ്സ് ആണെങ്കിൽ 5 ഫാർമസിസ്റ്റ്. അപ് ടു 200 ബെഡ്സ് വരെ വരുമ്പോഴോ 8 ഫാർമസിസ്റ്റ്. അപ് ടു 300 ബെഡ്സ് വരെ ഉണ്ടെങ്കിൽ ആ ഫാർമസിയിൽ 10 ഫാർമസിസ്റ്റ് വേണം. അപ് ടു 500 ബെഡ്സ് ആണെങ്കിൽ 15 ഫാർമസിസ്റ്റ്. അതായത് ആ ബെഡ്സിന്റെ ഇതിനനുസരിച്ചിട്ടാണ് ആ പറയുന്നത്, ബെഡ് സ്ട്രെങ്ത് അനുസരിച്ചിട്ട് ആ ഫാർമസിയില് ആവശ്യമായിട്ടുള്ള ഫാർമസിസ്റ്റിന്റെ ബെഡ് സ്ട്രെങ്ത് അനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ഫാർമസിസ്റ്റിന്റെ എണ്ണമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആണോ? ഇത്രയും കാര്യങ്ങൾ വായിച്ചു വെക്കോ? ഒരു പ്രാവശ്യം വായിച്ചാൽ അതിൽ കൂടുതലൊന്നും ആരും വായിക്കണ്ട, ഒരേ ഒരു പ്രാവശ്യം വായിച്ചു വെച്ചാൽ ഓക്കെ. അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇടയ്ക്ക് ഒന്ന് കട്ടായി പോയി, അല്ലെങ്കിൽ അടുത്ത കൂടി ഈ ഒരു ഫ്ലോ ചാർട്ടാണ്, പ്രശ്നമില്ല. ഫ്ലോ ചാർട്ട് ഇതുപോലെ തന്നെ ജസ്റ്റ് ആ ചാർട്ട് ഒന്ന് നിങ്ങൾ നോക്കി വെച്ചാൽ അത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ക്ലാസ് നെക്സ്റ്റ് മാം ഇപ്പൊ ജോയിൻ ചെയ്യും കേട്ടോ. ഓക്കെ അല്ലേ പിള്ളേരെ? ക്ലാസ് ഒക്കെ ഫോളോ ചെയ്ത് പോകുന്നില്ലേ? എല്ലാവരും റെഗുലർ ആയിട്ടൊക്കെ പഠിക്കണ്ടോ, വായിക്കണ്ടോ? ഒക്കെയാണോ? ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളോട് അങ്ങനെ കൂടുതൽ വിശേഷങ്ങളൊന്നും ചോദിക്കാൻ സമയമില്ല. ക്ലാസ് കഴിഞ്ഞാൽ തന്നെ അപ്പുറം ക്ലാസ്സിലേക്ക് നിങ്ങൾക്കും നെക്സ്റ്റ് മാം അവിടെ വെയിറ്റിംഗ് ആയിരിക്കും, ഞാനും അപ്പുറം വേറെ ക്ലാസ്സിലേക്ക് കയറുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല. പിന്നെ ഓരോന്ന് ചോദിക്കുമ്പോ ഓക്കെ ഇടണോണ്ടാട്ടോ അടുത്തത്
അതിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് ഇങ്ങനെ പ്രത്യേകിച്ച് നിങ്ങളോട് ചോദിക്കേണ്ട എല്ലാവരും ഓക്കെ ആയിട്ടാണല്ലോ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത് കൊണ്ടാണ്. അപ്പൊ എല്ലാവരും ഒക്കെ ഒന്ന് വായിച്ചൊക്കെ വെക്കുക. ഓക്കെ, നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യും കേട്ടോ. താങ്ക് യു.